ഷിരൂരിൽ മൂന്നാം ഘട്ട ദൗത്യം തുടരുകയാണ്. എനിക്ക് പിന്നിൽ തന്നെ കാണാൻ പറ്റും. ഈശ്വർ മൽപെ ഇതിനോടകം തന്നെ അവിടെ ഡൈവിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഒപ്പം മറുവരെ വശത്ത് നമുക്ക് ഡ്രഡ്ജിംഗ് നടപടികൾ നേരത്തെയൊക്കെ നടന്നിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും അത് പുനരാരംഭിക്കാൻ പോവുകയാണ്. അത്തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എനിക്കിപ്പോൾ മഞ്ചേശ്വരം MLA കൂടി ചേരുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. KM അഷ്റഫ് MLA, ആദ്യഘട്ടം മുതൽ അങ്ങിവിടെയുണ്ട്. പല ഘട്ടങ്ങളിൽ നമുക്ക് പല തടസ്സങ്ങളും ഉണ്ടായി. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചിപ്പോൾ ഡ്രഡ്ജർ വരെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഞാനിവിടെ തുടക്കം മുതൽ നിങ്ങളെ കൂടെ തന്നെ ഇവിടെ ഉണ്ടായ ഒരാളാണ്. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ യന്ത്രങ്ങളുടെ പേര് കേട്ടു, അതിനുവേണ്ടി ശ്രമം നടത്തി, അത് എത്തിച്ചു. അതൊക്കെ നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം എന്തായാലും അർജുനെ കണ്ടെത്തണം എന്നുള്ള വല്ലാത്തൊരാഗ്രഹമായിരുന്നു. ഷിരൂരിലുള്ള മാധ്യമ പ്രവർത്തകരുടെയോ ഒരു കേരള ഗവൺമെൻറ്റെയോ കർണാടക ഗവൺമെൻറ്റെയോ ഒരാഗ്രഹമല്ല, കേരളത്തിലെ ഓരോരുത്തരുടെയും ആഗ്രഹമായിരുന്നു. ഞാൻ തന്നെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ എല്ലാവരും ഒരു ദിവസം 10-25 പേരെങ്കിലും എന്നോട് ചോദിക്കും, അർജുനെ കിട്ടുമോ? അർജുനെ കിട്ടില്ല. അത്രമാത്രം കേരളത്തിലെ ഓരോ ആളുകളുടെയും വീട്ടിലൊരംഗമായി പ്രിയപ്പെട്ട അർജുൻ മാറി. നമ്മളത് വന്നപ്പോൾ അവസാനത്തെ രണ്ടാം ഘട്ട ഇതിൻ്റെ തെരച്ചിൽ നടത്തിയപ്പോൾ നമ്മൾ ഒരു ഉദ്ദേശിച്ചൊരു കാര്യം, ഡ്രഡ്ജിങ്, ഗോവയിലുള്ള ഈ ഡ്രഡ്ജിങ് യന്ത്രം കൊണ്ടുവരാം. അത് വാഹനത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല, ജലമാർഗം കൊണ്ടുവരണം. അതെത്തിച്ചാൽ എന്തായാലും ഈ 200 മീറ്ററിനകത്തുള്ള ഈ പ്രദേശത്ത് നമുക്ക് ലോറിയും അർജുനെ കണ്ടെത്താൻ കഴിയും. അർജുന മാത്രമല്ല, ലോകേഷ് നായക്ക്, ജഗന്നാഥ് നായക്ക് എന്നറിയുന്ന ഈ ലോക്കലിലെ 2 പേരും കൂടിയുണ്ട്. അത് ഞാനതിൻ്റെ അങ്കുളയിലെ ഗസ്റ്റ് ഹൗസിൽ മീറ്റിങ്ങിലിരുന്നപ്പോൾ ഇവിടുത്തെ ഫിഷറീസ് മന്ത്രി മങ്കാള വൈദ്യയുടെ സാന്നിധ്യത്തിലാണ് മീറ്റിങ്ങിലിരുന്നത്. ആ മീറ്റിങ്ങിൽ നിന്നപ്പോൾ നമ്മളെടുത്തൊരു തീരുമാനം, 50 ലക്ഷം എസ്റ്റിമേറ്റ് വരും, ഇത് എത്തിക്കാൻ കഴിയുമ്പോൾ പ്രതീക്ഷയിലായിരുന്നു. തിരിച്ചു പോയപ്പോൾ അത് 1 കോടിയായി മാറി. ഒരിക്കലും എത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അർജുൻ്റെ ഫാമിലി, ജിതിനടക്കമുള്ള ആളുകൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. കോഴിക്കോട്ട് MP രാഘവട്ടം പറഞ്ഞു നമുക്ക് ഉടനെ ബാംഗ്ലൂർ പോവാം. അങ്ങനെയാണ് ബാംഗ്ലൂർ പോയി സിദ്ധരാമയ്യയെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. അദ്ദേഹം ജില്ലാ ഭരണകൂടവുമായി കണക്ട് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു പണത്തിന് ഒരു പ്രശ്നവുമില്ല, നമ്മൾ സാങ്ഷൻ ചെയ്യാൻ. ആ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി ആ 1 കോടി എന്നറിയുന്ന സാമ്പത്തിക പ്രയാസം മാറി. അതിനുശേഷം ഓരോ ദിവസവും നമ്മൾ ഇതിൻ്റെ ഒന്ന് എത്തിക്കാനുള്ള മഹേന്ദ്ര ഡോങ്കരി എന്നറിയുന്ന ഇതിൻ്റെ MD-യുമായി ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം സംസാരിച്ചെന്ന് എനിക്കറിയില്ല. ജില്ലാ കളക്ടർ അവസാനം ഇന്നലെ ഏതായാലും എത്തി. 1.5 മണിക്കൂർ തെരച്ചിൽ നടത്തിയപ്പോൾ ചെറിയ റിസൾട്ടുകൾ ഇന്നലെ ഉണ്ടായി. ഇന്ന് രാവിലെയും അതിൻ്റെ തെരച്ചിൽ തുടരുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായി നമ്മുടെ ഒരു അവസാനത്തെ ചാൻസാണ്. ഇതിലെന്തായാലും കിട്ടുന്നത് പ്രതീക്ഷയിലുണ്ട്. ഇപ്പം നമ്മളൊക്കെ വയനാട് ദുരന്തത്തിൻ്റെ ഭീകരത കണ്ട ആളുകളാണ്. അവിടുത്തെ നമ്മുടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഇപ്പോഴും എല്ലാവരും അഭിനന്ദിക്കുന്ന ഇടപെടലാണ്. എത്ര ആളുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ആ ദുരന്തത്തിൻ്റെ ഭീകരതയ്ക്ക് അനുസരിച്ചുള്ളൊരു കാര്യമാണ്. ഏതായാലും ഇതൊരു 200 മീറ്ററിനകത്ത് പോലും ലോറിയും അർജുനെ നമുക്ക് ഇത്ര ശ്രമം നടത്തിയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എല്ലാവരുടെയും പരാജയമായി മാറും. അതുകൊണ്ട് എന്തായാലും ജില്ലാ ഭരണകൂടവും ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ വലിയ രീതിയിൽ ഒരു ചാലഞ്ചായി ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അവരെന്തായാലും ഇത് റിസൾട്ട് ഉണ്ടാകുന്നത് വരെ ഈ സെർച്ച് നടത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതിലിപ്പം നമ്മൾ നേവി മാർക്ക് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമോ കൂടുതലായിട്ടും തെരച്ചിലുണ്ടാവും? എന്താ അത് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണകൾ? ഇപ്പോൾ ഇന്ദ്രപാലം വന്നപ്പോൾ CP 1, 2, 3, 4 4 പോയിൻ്റാണ് നൽകിയത്. അദ്ദേഹം പറഞ്ഞത് അതിൽ 4ാമത്തെ CP 4 എന്ന് പറയുന്നൊരു പോയിന്റിലാണ് ലോറി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാപ്പും കാര്യങ്ങളും നമ്മുടെ മുന്നിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചത്. ഇന്നലെ വന്നപ്പോൾ നമ്മൾ CP 4 തൊട്ടിട്ടില്ല. നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് സതീശൻ ഷൈൽ ഭൂമിശാസ്ത്രപരമായി ഈ പ്രദേശത്ത് നന്നായി അറിയുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു പഴയ തട്ടുകടയുടെ പിറകിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈവശം വരെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് വെച്ചിട്ട് പറഞ്ഞ് ഈ സ്ഥലം നമുക്ക് ആദ്യം പരിശോധിക്കാമെന്ന കാരണം കൊണ്ട് പരിശോധിച്ചപ്പോൾ കയറ് കിട്ടി, നമ്മുടെ ലോറിയുടെ ഒരു ലോഹ കഷ്ണം കിട്ടി, വലിയ രീതിയിൽ ഒരിക്കലും ഇന്ന് വരെ കിട്ടാത്ത രീതിയിലുള്ള ഒരു ആൾമരം കിട്ടി. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലം ഇന്നലെ ലൊക്കേറ്റ് ചെയ്തിട്ട് ലോറിയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് CP 4 ആണ്. അതിനിടയിൽ നമ്മുടെ ഈശ്വർ മൽപ്പേൻ ടീമും ഡൈവ് ചെയ്യാനുള്ള ചില തടസ്സം വന്നു. അദ്ദേഹം എന്നോട് തന്നെ രാവിലെ വന്നിട്ട് MLA ഇങ്ങനെ ഞാൻ ഇവിടുത്തെ MLA സംസാരിച്ചത് ക്ലിയർ ചെയ്തു. അവരും ഇപ്പോൾ ഡൈവ് ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്കൊരു കുറച്ച് മണിക്കൂറുകൾക്കകം റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് അങ്ങ് പൂർണ്ണ ആത്മവിശ്വാസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ മൂന്നാം ഘട്ടമാണെങ്കിൽ പോലും ലോറിയുടെ ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലേക്ക് അങ്ങ് എത്തിയിട്ടുണ്ട്. തീർച്ചയായും അതിനുള്ള പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ 1ാം ഘട്ടം വരുമ്പോൾ ഈ പ്രദേശത്ത് നിൽക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാവും. അത്രമാത്രം കോരിച്ചൊരിയുന്ന മഴ, ഇടക്കിടക്ക് സ്ലൈഡ് ഉണ്ടാകുന്ന ഈ ഒരു ഘട്ടമായിരുന്നു. ഇന്നങ്ങനെയല്ല. ഞാൻ ആ ഗംഗാവലി പുഴയിൽ ബോട്ടിൽ ജാക്കറ്റിട്ട് പോയ ഒരാളാണ്. ഇന്നലെ പോകുമ്പോൾ വെള്ളത്തിന് വലിയ വേഗതയില്ല, ഒഴുക്കില്ല, നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട്, കാലാവസ്ഥ അനുകൂലമാണ്. ഈ ഇത്രയും നല്ല കാലാവസ്ഥയിൽ ഇത്രയും വലിയൊരു ഡ്രഡ്ജിങ് യന്ത്രം ഇത്രയും ചിലവിട്ട് എത്തിച്ചിട്ട് നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ
എന്താണ് അതിന് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും കണ്ടെത്താൻ കഴിയും. വളരെ അനുകൂലകരമാണ്. എല്ലാ രീതിയിലുള്ള തെരച്ചിൽ ഓരോ മിനിറ്റ് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് അർജുനിലേക്ക് എത്തുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മളുള്ളത്.